ഗായ്സ്, ഇതാണ് വള്ളിയാടിലെ നഗരവനം. ദാ അവിടെയാണ് നഗരവനത്തിലെ ഗേറ്റ്. എന്തൊരു മനോഹരമാണ്. അപ്പുറത്തേക്കൊരു വഴിയുണ്ട്. ദാ ലയൺസ് ക്ലബിൻ്റെ ടിക്കറ്റ് കൗണ്ടറുണ്ട്. അത് ഓപ്പൺ ചെയ്തിട്ടില്ല. വേറൊരു ബിൽഡിങ്ങിലാണ്. ഇത് കണ്ടില്ലേ, അപ്പുറത്തും ഇപ്പുറത്തും ഷുഗർ കെയിൻസ് ഉണ്ട്. ലയൺസ് ക്ലബിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടില്ല. അതാണ് നേരെ കാണുന്നതാണ് ടിക്കറ്റ് കൗണ്ടർ. അപ്പുറത്തും ഇപ്പുറത്തും കാടും പുഴയും ഒക്കെയാണ്. ഇതാ മുന്നോട്ട് നോക്കൂ, സൂര്യൻ. കുറ്റിച്ചെടികൾ കാണാൻ എന്തൊരു ഭംഗി. അപ്പുറത്തും ഇപ്പുറത്തും 2 കുളമുണ്ട്. അതിൽ ഗോൾഡ് ഫിഷ് ഉണ്ട്, ഗപ്പിയുണ്ട്. അവിടെ ഒരു മത്സ്യകന്യകയുണ്ട്. അതാ ടിക്കറ്റ് മേടിക്കുന്ന ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിലേക്കൂടെ പോകാൻ പോവുകയാണ്. ഇതാ കുളം, ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഇതാ ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അതാണ് ടോയ്ലറ്റ്, ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ചൂല് വെച്ച അത് ഞാൻ അങ്ങോട്ട് പോയി. ടോയ്ലറ്റ് അവിടെ ഊഞ്ഞാലുണ്ട്. മേലെ ടാങ്കൊക്കെ ഉണ്ട്. ടോയ്ലറ്റിൻ്റെ മുന്നിൽ കയറാനുള്ള വാതിലുണ്ട്. എന്തൊരു മനോഹരമാണല്ലേ ഈ പുഴ. കണ്ട, ഒരു ഏണിയുണ്ട് ടാങ്കിൻ്റെ അങ്ങോട്ട് കയറാൻ. ഇത് ഇരിട്ടി നഗരസഭ വെച്ച കുപ്പി ഇടേണ്ട ഒരു സ്ഥലമാണ്. കമ്പിയും വെച്ചിട്ട് ഇരിട്ടി നഗരസഭ ബോട്ടിൽ ബൂത്ത് എന്നാണ് ഇതിൻ്റെ പേര്. ഞാൻ അതിലെ കൂടെ നടക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അനിയനെ ഞാൻ കാണിച്ചു തരാം. എൻ്റെ അനിയൻ എപ്പോഴും ചിരിക്കും. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. ടാങ്ക്, വീണ്ടും ടാങ്ക്. എൻ്റെ അനിയൻ ചിരിക്കുകയായിപ്പോൾ. ഇത് കണ്ടോ, ഞാനിപ്പോൾ എല്ലേ കൂടെയാണ് നടക്കുന്നതെന്ന് നോക്കിക്കോളൂ. ഞാൻ ഇതിലെ കൂടെയാണ് നടക്കുന്നത്. എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്നിരുന്ന് പുസ്തകം വായിക്കാനൊക്കെ നല്ല സുഖമാണെന്ന്. അച്ഛൻ അതുപോലെ ചെയ്യണമെന്നുണ്ട്. പൂക്കളൊക്കെ ഉണ്ട്. നല്ല സ്ഥലമാണ്, ഒന്ന് വന്ന് നോക്കുക. ഇവിടെ മുക്കട്ടീൻ്റെ അടുത്തുള്ള ആ ഒരു പള്ളിയാണ്. നേരെ കാണുന്നത്. ഇവിടെ എക്കോ പാർക്ക് കാണാൻ പറ്റും. അതൊരു ഇച്ചിരി കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനത് നോക്കാൻ പോയേക്കാണ്. എക്കോ പാർക്ക് അപ്പുറത്തെ കരയിലാണോ എന്ന്. ഞാനിങ്ങോട്ട് വരുന്നുണ്ട്. പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് ബോർഡൊക്കെ ഉണ്ട്. വെള്ളം. നമ്മൾ വെള്ളത്തിൽ കരിയിലകൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കും പാമ്പാണെന്ന്. ഇപ്പോൾ കാണിച്ചു തരാം ഞാൻ എക്കോ പാർക്കിൻ്റെ മറ്റേ പുഴയിലേക്ക് നോക്കേണ്ട സ്ഥലം. ഇപ്പോൾ കാണിക്കാം. അവിടെ കണ്ടോളൂ. അങ്ങ് എക്കോ പാർക്കിൽ പോയവർക്കത് മനസ്സിലാവും. വെള്ളത്തിൽ നല്ല മീനൊക്കെ ഉണ്ട്. കുറേ മരമുണ്ട്. കാടും മലയും ഒക്കെ ഉള്ള പ്രദേശമാണ്. പക്ഷേ ആനിമൽസ് ഒന്നുമില്ല. പുഴയിൽ നല്ല രസമാണ്. ഞാൻ കാട്ടിലേക്ക് കയറിയിട്ടുണ്ട്. ഞാൻ അതിലേക്കൂടെ പോകും. ഇവിടെ ഇരിക്കേണ്ട സൗകര്യമൊക്കെ ഉണ്ട്. 3 വഴിയായിട്ടാണ് പോകുന്നത്. അവിടേക്ക് ഞാൻ ഓടി വരികയാണ്. ഞാൻ വരുന്നുണ്ടേ. ഞാനിപ്പോൾ ഓടി വന്ന് ചാടിയിട്ട് അതിൻ്റെ മേലെ ഒരൊറ്റ കയറുന്നത്. ഇപ്പം ഞാൻ ഓടി വരും. ഓടിക്കൊണ്ടിരിക്കുകയാണ്. താഴെ നിന്നുള്ള വ്യൂ ആണിത്. അവിടെയും പുഴയിലേക്ക് ഇറങ്ങരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഊഞ്ഞാലുള്ളത്. അവിടെ എനിക്ക് കയറാനേ കഴിയുന്നില്ല. അതുകൊണ്ട് എൻ്റെ അച്ഛൻ കയറ്റിയിരുത്തി പുഴയിൽ ഇറങ്ങരുത്. ഇതെനിക്ക് ഇതിലായിട്ടും കയറാൻ പറ്റുന്നില്ല. ചാടിയൊക്കെ നോക്കി പക്ഷെ കയറാൻ പറ്റുന്നില്ല. കണ്ടില്ലേ,
അത്രക്കും ഹൈറ്റിലാണ്. ഇതാ അവിടെ അപ്പുറത്ത് സൂര്യനൊക്കെ ഉണ്ട്, അതിപ്പോൾ കാണിക്കാം. പുഴയിലൊക്കെ ഒരു ബോർഡ് ഉണ്ട്. ഇത് അപ്പുറത്ത് സൂര്യൻ്റെ ലൈറ്റ് പ്രകാശമാണ് അടിക്കുന്നത്. ഇതാ സൂര്യൻ വൈകുന്നേരമാണ്. വൈകുന്നേരം വന്നാൽ നല്ല വ്യൂ ആയിരിക്കും. ഒരു എടക്കാനം വ്യൂ പോയിൻ്റ് പോലെയാണ്. പക്ഷെ അങ്ങനെയല്ല, അങ്ങനെയില്ല. ഇതൊരു വനത്തിലാണ്. പക്ഷേ എടക്കാനം വ്യൂ പോയിൻ്റ് വനത്തിലല്ല. ഇവിടെ കൃഷിയോ അതൊക്കെയാണ്. ഇവിടെ ഞാനത് സ്പീഡിൽ ഉന്താൻ പോവുകയാണ്. കുനിയുന്നുണ്ട് അത് തട്ടാതെ. ഞാനിപ്പോൾ പോകാൻ പോകുന്നത് അങ്ങോട്ടാണ്. അത് നല്ല മരമൊക്കെ ഉണ്ട്. രണ്ടും അടുപ്പിച്ചാണ് നിൽക്കുന്നത്. ചൂടിന് പറ്റിയ മരം. അവിടെ ഒരു കുളമുണ്ട്. അവിടെ ലാവി ഇങ്ങനെ പൊന്തുമ്പോൾ ബബിള് വരൂലേ, അതുപോലെ വരൂ. ഇതാ ഞാൻ അങ്ങോട്ട് ഓടാൻ പോവുകയാണ്. ഓടി അങ്ങനെ ഞാൻ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. അങ്ങോട്ട് ഞാൻ എത്തും. ഇപ്പം അങ്ങോട്ട് എത്താറായി. ഞാൻ ഇപ്പം കാണിച്ചാൽ ഞാൻ എങ്ങനെ എത്തിയെന്ന്. എന്താ അവിടെ കണ്ടോ? ഞാൻ അവിടെ എത്തി. നേരത്തെ ഞാൻ കാണിച്ച കുപ്പീൻ്റെ അടുത്ത്. ഞാൻ ടിക്കറ്റ് കൗണ്ടർ എത്തി കഴിഞ്ഞു.